ഈ CMSൽ ഈ സമര തീക്ഷ്ണമായ കാലഘട്ടത്തിൽ തന്നെ ജയിക്കിനൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? പിന്നീട് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ. ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവേഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് CPMന്റെ ഒരു യുവമുഖമാണ്. പാർട്ടിയുടെ കരുത്തുറ്റ ശബ്ദം, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വാചകം ചോദിച്ചാൽ 5-6 വാചകത്തിൽ നമുക്ക് വേണ്ടതിലധികം തരുന്ന ജെയ്സി തോമസ്. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എങ്ങനെയുണ്ട് ഒരു തിരക്കിട്ട ജീവിതത്തിലേക്ക് പോയപ്പോ? തിരക്കിട്ട ജീവിതം ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയല്ല, കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം തിരക്ക് കൂടിയൊന്ന്. കോട്ടയംകാരാണല്ലോ ജയിക്ക്. അപ്പം നമ്മൾ കോട്ടയത്തെ ഒരു ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ജയിക്കിന്റെ ഭാഷ. കുറച്ച് അച്ചടി എവിടേക്കോ ഉള്ളതുപോലെ. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഫ എന്നുള്ള അക്ഷരത്തിന് പകരം നമ്മൾ ഫാരിയ ഞാൻ പറഞ്ഞത് മലയാളം, താൻ പറഞ്ഞത് മലയാളം. ഇതിങ്ങനെ തർജ്ജമ ചെയ്തോണെങ്കിൽ ഞാൻ പറഞ്ഞത് ജപ്പാൻ ഭാഷ. അത് കുറച്ച് ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്ന ശ്രദ്ധയിലുണ്ട്. ഇപ്പൊ കൊല്ലംകാർ അങ്ങനെ ഉപയോഗിക്കും. കോട്ടയത്ത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ഈ പറയുന്ന പോലെ ഫാരിയ അങ്ങനെ പറയാറുണ്ട്. തന്നെയല്ലേ ഞാനും പറയുന്നത്. ജയിക്ക് എന്നെ പാനലിന്റെ ഇടയിൽ പറയാറുണ്ട്, ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് അങ്ങ് എന്നൊക്കെ പറയുമ്പോ. അല്ല, ഞാൻ പേരെടുത്തിട്ട് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് പറയുമ്പോൾ അത്രയും പോലും ഹേർട്ട് ആവരുത് എന്നുള്ള അങ്ങേറ്റം സത്യസന്ധമായ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പാനലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങ് എന്ന് ഞാൻ വിളിക്കാറുള്ളത്. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. അങ്ങനെ ഹേർട്ട് ആവാതിരിക്കാനാണോ ചിലപ്പോഴൊക്കെ നമ്മൾ ചാനൽ ചർച്ചയൊക്കെ ഇങ്ങനെ ചൂട് പിടിക്കാൻ ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് തോന്നിവാസം പറയരുത് ഈ ഒരു മൂഡിലേക്കാ കാര്യങ്ങൾ പോകുന്നത്? ഞാനങ്ങനെ തോന്നിയാസം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ പരമാവധി ഇങ്ങനെ വാക്പ്രയോഗങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. പക്ഷെ പോയിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയിട്ട് അല്ല ഇൻസ്റ്റൻസ് അങ്ങനെ പോയറണമാണ് ഈ പൊളിറ്റിക്കലി തന്ത എന്നൊരു വേർഡ്. അത് പിന്നെ ആ പ്രസ്താവനയോട് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഭാഗം എന്നുള്ളതല്ല. ഇഫ് ഐ എം ഗോയിങ് ടു കോട്ട് ഹിം, അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ് എന്റെ പ്രതികരണത്തിന്റെ മാനകമായി സ്വീകരിക്കുന്നതെങ്കിൽ. നമ്മൾ നേരത്തെ ഭാഷയുടെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ജയിക്കിന്റെ ഭാഷാ ശൈലി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് നമ്മൾ സംസാരിച്ച് തുടങ്ങി, ജയിക്ക് സംസാരിച്ച് തുടങ്ങിയത് അവസാനിപ്പിച്ചത് എത്ര മന്ത്രിമാർ വളരെ നല്ല മന്ത്രിയായിട്ട് അവസാനിച്ചു എന്നാണ്. അപ്പം ആനയെക്കുറിച്ച് പറയുമ്പോൾ ചേനയെക്കുറിച്ച് പറയുന്ന ഒരാളാണ് ജയിക്കുന്നുള്ളൊരു പൊതുവെ ഒരു വിമർശനം. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ചാണ് അങ്ങ് കോട്ട് ചെയ്തത്. എന്താ, ആനയിൽ നിന്ന് ചേനയിലേക്ക് പോയെന്ന്. അല്ല, അതെ, ആനയിൽ നിന്ന് ചേനയിലേക്ക് പോയി എന്നുള്ള അഭിപ്രായം പറഞ്ഞല്ലോ സാറേ. ഇച്ചിരി പഠിച്ച് പള്ളിയിലോട്ട് ചെല്ലുമ്പോ ഒറ്റയ്ക്കിരിക്കുന്ന കർത്താവിനെ കൂട്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന പെർസെപ്ഷൻ എന്ത്, ആ പെർസെപ്ഷന്റെ നമുക്ക് മുമ്പിൽ നിങ്ങൾക്കും എനിക്ക് ഒരേപോലെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന 2 ഉദാഹരണം. കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാംസ പറയുന്നോടാ പന്ന കൊരങ്ങന്റെ മോനെ. അപ്പൊ ഈ ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യം ഈ 5 വാചകങ്ങളിലേക്ക് വലിച്ചു നീട്ടുന്നത് CPMമാരുടെ പൊതുവെ ഉള്ളൊരു ശൈലിയാണോ? നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം ഈ 5 വാചകങ്ങളിൽ എന്തിനാണ് ജയിക്ക് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ നമുക്ക് പറയാൻ കഴിഞ്ഞ ഒരു 2 ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം പറയാം. അല്ല, നിങ്ങള് എന്താണ് അല്ല, അപ്പൊ ഈ പൊതു അഭിപ്രായം ഒന്നും നോക്കാറില്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളച്ചു കെട്ടുന്നത് എന്നൊരു വർത്താനം ഉണ്ടോ? ഇപ്പൊ നമ്മളൊരു ചർച്ചയിൽ പോയിരുന്നാലോ മോഡറേറ്റർ ഉണ്ടാവും. അപ്പോൾ ഞാൻ വല്ലാതെ വഴിമാറിപ്പോകുന്നു, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കാര്യമാണ് പറയുന്നത്. അതിനൊക്കെയാണല്ലോ ആങ്കർമാരും മോഡറേറ്റർമാരും ഒക്കെ ഇരിക്കുന്നത്. അവർക്ക് ട്രാക്ക് ആവുന്നില്ലെങ്കിലോ എന്താണ് ഈ പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം. ഇനിയുള്ള ചാനൽ ചർച്ചകളിൽ ശ്രദ്ധിക്കണം കേട്ടോ. ആരെങ്കിലും പുതുപ്പള്ളിയിലേക്ക് ഇറക്കിയൊരു നേർച്ചക്കോഴിയാണ് ജയിക്കുന്നുള്ള ചില കമന്റുകളുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് എഴുതിയാൽ, വിശദീകരിക്കാൻ ശ്രമിച്ചാലൊക്കെ പല ആളുകളും ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാവം കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയധികം കേസുകൾ വന്നിട്ടുള്ളത്? കേസുകൾ ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് കേസ് ഉണ്ടായിരുന്നില്ലേ? സത്യനെ ഇവനെ തമ്മിൽ കമ്പയർ ചെയ്താലുണ്ടല്ലോ,
മോന്തയ്ക്ക് തരും. മഹാത്മാഗാന്ധി കോളേജ് അടിച്ചു പൊട്ടിച്ച കേസിലല്ല പോയത്. ഞാൻ കോളേജ് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളൊരു അവകാശവാദം അങ്ങനെ ഒരു കാര്യം എന്നോട് അങ്ങനെ ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. സമരത്തിൽ സംഘർഷം ഉണ്ടായിരുന്നില്ലേ? ഒരു വധശ്രമത്തിന് കേസ് ഉണ്ടായിരുന്നില്ലേ? അത് ചേട്ടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്താ അബദ്ധം? വധശ്രമത്തിന് 1-2 കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് എടുത്തപ്പെടും. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷ് ചേട്ടാ. കുട്ടികൾക്കാകെ തല്ല് കിട്ടി, അവരൊക്കെ ജയിലുമാണ്. ഇപ്പം എന്താണ്, ഞങ്ങൾ നിങ്ങളെ തല്ലി, നിങ്ങളുടെ ശരീരത്തിലെ കാലിൻ്റെ മുട്ടിൻ്റെ എല്ലിൽ കൊണ്ട് ഞങ്ങളുടെ ലാത്തി കുടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നല്ല പുതിരെ തല്ല് കിട്ടിയ നിങ്ങളെ എടുത്തിട്ട് PDPP ജയിലിലിട്ടാൽ എങ്ങനെ ഇരിക്കും? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതാണ് കേസുകളുടെയൊക്കെ സ്ഥിതി. പല കേസുകളും നിങ്ങളിങ്ങനെ പരിശോധിച്ചാൽ മതി. ഈ വധശ്രമം എന്നൊക്കെ പറയുന്നത് ആരെയെങ്കിലും കൊല്ലാൻ, തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് അദ്ദേഹം മരണാസന്നനായി കിടന്നപ്പോഴാണോ ഈ വകുപ്പ് വന്നിട്ടുള്ളത്? ഒരിക്കലും ആയിരിക്കില്ല. അയ്യേ, ഇത് വെറും കല്ലേറ് കേസ്. എന്റെ കൈ അവിടെ ഇരിക്കട്ടെ. ഇനി ആര് ചോദിച്ചാലും വധശ്രമം എന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. കല്ലേറ് അത് മതി. അതാണ് ഇങ്ങനത്തെ കേസുകളുടെ ഒരു പ്രത്യേകത. ഞാൻ സന്ദർഭവശാൽ PDPP സൂചിപ്പിച്ച കേട്ടോ. ഞാൻ കണ്ടതിൽ ഒരു മാർച്ചിന് നേരെ കല്ലെറിഞ്ഞ ഒരു കേസില് നീ അറിഞ്ഞ ഞാൻ പെട്ടു. കല്ലേർ സമരത്തിൽ സംഘർഷമൊക്കെ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം ഉണ്ടായിട്ടില്ല. അത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഈ കോളേജിലൊക്കെ തീപ്പൊരി നേതാക്കൾക്ക് പൊതുവെ കുറെ ആരാധികമാരൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പൊ ജയിക്കുന്ന അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടല്ലോ. ഞാൻ എൻ്റെ ആരാധികമാരുടെ പ്രൈവസി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്. തുമ്മല് ചീറ്റിപ്പോയതാന്ന്. ഈ CMSൽ ഈ സമര തീക്ഷ്ണമായ കാലഘട്ടത്തിൽ തന്നെ ജയിക്കിനൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? പിന്നീട് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ. അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി പാടിയ പിന്നെ കട്ട ബോഡിയല്ലേ. അപ്പൊ വളരെ ഒളിച്ചു വെച്ച, വളരെ സീക്രട്ട് ആയിട്ട് കൊണ്ടുനടന്ന ഒരു പ്രണയം എന്നൊക്കെ പിന്നീട് പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അപ്പൊ അതേക്കുറിച്ച് പല വിധത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തള്ളൊന്നുമല്ലടാ. അതുണ്ടായിരുന്നു, കോളേജിലൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു. പിന്നെ സ്വാഭാവികമായി അതിൻ്റെ ഒരു പരിണാമത്തിലേക്ക് പോയി. ഭാര്യ ഡൈവോഴ്സ് ചെയ്തു. ഇല്ല സാർ, ടൈം കിടക്കലേ, അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവേഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി.